എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാരിയർ ഇൻവെർട്ടർ AC-യുടെ PCB ആണ്. ഇതൊരു കോംബോ ടൈപ്പ് PCB ആണ്. ഇത് പല AC-കളിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്നില്ല. ഒരു എറർ കോഡോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു PCB വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവർക്ക് എറർ കോഡൊന്നും പറയാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേയിൽ എറർ കോഡ് ഷോ ചെയ്യാനുള്ള ഒരു ഡിസ്പ്ലേ ഇതിനകത്തില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ ബോർഡാണിത്. ഇതിനകത്ത് ഒരു 3 LED ഉണ്ടാവും, പിന്നെ IR സെൻസറും ഉണ്ടാവും. ഇത്രയാണ്. അപ്പോൾ ഇത് ചുമ്മാ ഓണായി കിടക്കും, പക്ഷേ ഔട്ട്ഡോറിനകത്ത് ഫാൻ എടുക്കുകയോ കംപ്രസർ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ടൈപ്പ് ബോർഡിൽ നമുക്ക് എങ്ങനെ ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാം? അപ്പോൾ ഇത് നമ്മൾ നേരത്തെയും ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് PC01 ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോർഡിൽ P0 എററിൽ ഈ ഒരു ബോർഡ് ചെയ്തിട്ടുണ്ട്. P4 എററിൽ ഈ ഒരു ബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിനകത്തും എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡിനകത്തുള്ള ഈ LED ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ സെൻസറുമായിട്ടുള്ള എററാണെങ്കിൽ, ഇതിനകത്ത് വന്നിരിക്കുന്ന സെൻസറുമായിട്ടുള്ള എററാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു LED ഫ്ലാഷ് ആയിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിന് ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കും. അതല്ല നോർമലാണെന്നുണ്ടെങ്കിൽ ആ നോർമലായിട്ടുള്ള രീതിക്കുള്ള ഫ്ലാഷിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഫ്ലാഷിംഗ് രീതി വെച്ചിട്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. അതേ കണക്ക് തന്നെ ഔട്ട്ഡോറിനകത്ത് ഈ EEPROM ചിപ്പുണ്ട്. EEPROM ചിപ്പിൻ്റെ എറർ വരാം. EEPROM ചിപ്പിൻ്റെ എറർ വരുമ്പോഴത്തേക്കും അത് ഓണായി ആ LED ഓണാവാൻ ഇത്തിരി താമസിച്ചിട്ട് അതിങ്ങനെ പെട്ടെന്ന് സ്പീഡിന് ഫ്ലാഷ് ആവും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ഡോറിൻ്റെ EEPROM ചിപ്പ് എറർ എന്നുള്ള ഒരു രീതിക്ക് പോവാം. ഈ ഒരു ബോർഡിൽ എങ്ങനെയാണ് ആ LED ഫ്ലാഷ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് പവർ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തും. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 3 ലൈറ്റും കത്തി അങ്ങ് അണഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇൻഡിക്കേഷൻ ഇപ്പോൾ ഈ LED ബ്ലിങ്ക് ചെയ്യുന്നത് നോർമലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ഡോറിൻ്റെ LED ബ്ലിങ്ക് ചെയ്യുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ അതല്ല, ഈ ബോർഡ് നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ബോർഡ് നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ LED ഇങ്ങനെയാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ്, അത് സെൻസറിനോ അല്ലെങ്കിൽ EEPROM ചിപ്പിനോ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇത് നല്ല സ്പീഡിന് ആയിരിക്കും ബ്ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ IPM റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് കംപ്ലൈൻറ്റ് അത് ഷോ ചെയ്യത്തില്ല. IPM റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് IPM ഓണാകുന്ന സമയത്ത് മാത്രമേ, അതായത് നമ്മുടെ കംപ്രസർ ഓണാകുന്ന സമയത്ത് മാത്രമേ അതിനകത്ത് ആ ഒരു LED അത് ഫ്ലാഷ് ചെയ്ത് നമുക്ക് ആ ഒരു എറർ തരത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇൻഡോറിൻ്റെ PCB ഞാനിപ്പോൾ ഓഫിൽ കിടക്കുകയാണ്. ഞാനിപ്പോൾ ഇൻഡോറിൻ്റെ ബോർഡിൽ ഉള്ള സ്വിച്ച് പ്രസ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്യണം. അപ്പോൾ ഓണായിട്ടുണ്ട്. അത് ഓണാക്കിയ സമയത്ത് ആ LED ഫ്ലാഷിങ് മെത്തേഡ് മാറി. അപ്പോൾ ഇപ്പോൾ അത് നല്ല സ്പീഡിനാണ് ഫ്ലാഷ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് IPM റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകളാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്കിതിനകത്ത് IPM റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് നമുക്കിതിനകത്തൊന്ന് മനസ്സിലാക്കാം. നമ്മൾ IPM ഓണാകുന്ന സമയത്ത്, അതായത് നമ്മൾ സ്വിച്ചിൽ ഈ സ്റ്റാൻഡ് ബൈ മോഡ് നമ്മൾ സ്വിച്ചിൽ പ്രസ് ചെയ്ത് ഓൺ ചെയ്യുന്ന സമയത്തായിരിക്കും IPM ഓണാവുന്നത്, അതായത് കംപ്രസർ ഓണാവുന്നത്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് IPMൻ്റെ സൈഡാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനാദ്യം നമുക്ക് IPMലുള്ള ഈ ഹീറ്റ് സിങ് ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ LED അതിനകത്തുള്ള പവർ ഒന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. ഓക്കെ. ഓക്കെ. ഓൾറെഡി നേരത്തെ തന്നെ ഇതിനകത്ത് IGBT ആൻഡ് ഡയോഡ് ഇതൊക്കെ മാറിയിട്ടുണ്ട്. കാര്യം ആ സൈഡിലൊക്കെ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ ആരോ സർവീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു PCB ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ എല്ലാം അഴിച്ചെടുത്ത് ഹീറ്റ് സിങ് ഒന്ന് ഇളക്കി മാറ്റാം.
ഓക്കെ, ഈ IPM-നും ഇതിൻ്റെ ഡയോഡിനും ഷീൽഡ് ഉണ്ടാവും, പക്ഷേ ഇതിനകത്ത് ആ ഷീൽഡൊന്നുമില്ല. അപ്പോൾ രണ്ടാമത് ഇട്ട ആൾ ഇതിനകത്ത് ഷീൽഡൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഷീൽഡ് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവാം. നല്ല രീതിയിൽ മിക്കയിടത്തും പണി നടന്നതായിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ IPM ഒന്ന് ചെക്ക് ചെയ്യാം. IPM നല്ലതാണോ ചീത്തയാണോ എന്നൊന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമ്മുടെ മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലിടുക. ഡയോഡ് മോഡിലിട്ടതിന് ശേഷം ഇതിൻ്റെ ഈ IPM-ൻ്റെ ഹൈ സൈഡാണ് ചെക്ക് ചെയ്യുന്നത്. ഹൈ സൈഡിൻ്റെ നെഗറ്റീവ് പോർട്ടിൽ പോസിറ്റീവ് പ്രോബ് വെച്ചിട്ട് WL എത്ര വരുന്നുണ്ട്? WL 406 വരുന്നുണ്ട്, Vയിൽ 406, Uയിൽ 406. ഓക്കെയാണ്. അപ്പോൾ ഇനി അതേ സമയത്ത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡിൽ നെഗറ്റീവ് പ്രോബ് വെച്ചിട്ട് Uയിൽ 406, Vയിൽ 406, WL 406. അപ്പോൾ ഇതിൻ്റെ ഹൈ സൈഡ് ഓക്കെയാണ്. അപ്പോൾ IPM കുഴപ്പമില്ല. ഇവിടെ ഈ ഒരു സൈഡിലുള്ള ട്രാക്കിൽ ചെറിയ ക്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് കണ്ടിന്യൂറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിൻ്റെ ഇതിൽ വരുന്ന ഈ ഒരു ബോർഡിൽ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളൊരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എറർ റിപ്പോർട്ടിംഗ്, അതായത് FO സിഗ്നൽ കൊടുക്കുന്ന, ഫോൾട്ട് സിഗ്നൽ കൊടുക്കുന്ന ആ ഒരു കണക്ഷനിലുള്ള ആ ഒരു വോൾട്ടേജ് എപ്പോഴും ഡ്രോപ്പായി പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ടൈപ്പ് ബോർഡിൽ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു വോൾട്ടേജ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം കണക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പവർ ഓൺ ചെയ്തിട്ട് അതിൻ്റെ LED ഇവിടെ കത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ LED കത്തുന്നുണ്ട് നോർമലായിട്ട്. ഇനി ഇതിൻ്റെ മൾട്ടിമീറ്റർ നമ്മൾ വോൾട്ടേജ് മോഡിലാക്കിയിട്ടിട്ട് ഇതിൽ നെഗറ്റീവ് പ്രോബ് ഇവിടെ ഏതെങ്കിലും ഒരു നെഗറ്റീവിൽ കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഈ ഒരു IPM-ൻ്റെ രണ്ടാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ 4.477, അതായത് ഇതിൻ്റെ ഫോൾട്ട് ഔട്ട്പുട്ടിൽ 5 വോൾട്ട് വരണം. അപ്പോൾ അവിടെ ആ 5 വോൾട്ട് വരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് ഫോൾട്ട് ഔട്ട്പുട്ടിൽ 5 വോൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ IPM കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതിൻ്റെ സ്റ്റോറേജ് ആയിട്ട് നിന്നിട്ടുള്ള ആ ഒരു സപ്ലൈ നമ്മൾ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരു റെസിസ്റ്റർ നെറ്റ്വർക്ക് രജിസ്റ്ററാണ്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ഈ ഒരു നെറ്റ്വർക്ക് രജിസ്റ്റർ, ഈ രജിസ്റ്റർ മിക്കതിലും ലീക്കേജായി കംപ്ലൈൻറ്റാണ് വരുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് രജിസ്റ്ററിൽ വരുന്ന ലീക്കേജാണ് ഇവിടുത്തെ ഈ ഒരു 5 വോൾട്ടിനെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് രജിസ്റ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു empty സ്ലോട്ടാണിത്. ഇവിടെ നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഈ ഒരു നെറ്റ്വർക്ക് രജിസ്റ്റർ 101-ൻ്റെ 100 ohmsൻ്റെ നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഇളക്കി ഇവിടെ ഇടുക. നമുക്ക് ദാണ്ട് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് കിട്ടും. അങ്ങനെ ഒരു 3 റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ദാണ്ട് ഇവിടെയും ഇരിപ്പുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് എല്ലാം ഡമ്മി ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഇളക്കി നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, എന്നിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു വോൾട്ടേജ് അവിടെ കറക്റ്റ് ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതായത് ഈ ഒരു IPM-ൻ്റെ രണ്ടാമത്തെ പിന്നിൽ 5 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ. നമുക്കിപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0.477 വോൾട്ട്. ഓക്കെ, അത് വെച്ചിട്ട് ഫ്ലക്സ് വയ്ക്കുക. ഫ്ലക്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ടോക്കായിട്ട് ഇളകി വരും. നമുക്കൊരു 370, 350, 360 ഡിഗ്രി ചൂടൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം.
ഈ ഒരു നെറ്റ്വർക്ക് രജിസ്റ്റർ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് രജിസ്റ്ററും ഇവിടുത്തെ ഇവിടെ ഇരുന്ന് ഇളക്കി ഞാൻ ഇവിടെ ഇട്ടു, ഇവിടെ ഇരുന്ന് ഇളക്കി ഇവിടെ ഇട്ടു. ഓക്കെ, അത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എല്ലാ ലെഗും പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് IPMൻ്റെ രണ്ടാമത്തെ ലെഗിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിൽ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പവർ ഓൺ ചെയ്യണം. ഞാൻ പവർ ഓൺ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പ്രോബ് നെഗറ്റീവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു രണ്ടാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? ഇവിടെ ഇപ്പോൾ നമുക്ക് 4.9 വോൾട്ട്, കറക്റ്റ് 4.9 വോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് കംപ്രസറിൻ്റെ ലൈൻ ഒന്ന് കൊടുക്കാം. ഓൺ ബോർഡിലുള്ള സ്വിച്ച് ഇപ്പോഴും ഓഫ് മോഡിലാണ് കിടക്കുന്നത്. കാര്യം ഈ ഒരു ലൈറ്റ് ഓണാണ്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് കംപ്രസർ എടുക്കില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്നിട്ട് മെയിൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു LED ഓഫ് ആവണം, ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആവണം അത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, ഞാൻ സീരിയൽ ബൾബ് വെച്ച് ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നേന്ന് ഓൺ ചെയ്യണം. ഇപ്പോൾ ഇത് ഓഫ് മോഡിലാണ് നടക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ ഓൺ ബോർഡിലുള്ള സ്വിച്ച് അടിച്ച് ഞാനതൊന്ന് പവർ ഓൺ ചെയ്യണം. അത് ഓണാക്കിയപ്പോൾ സമയത്ത് തന്നെ നമ്മുടെ കംപ്രസർ എടുത്താണ്ടല്ലോ, കംപ്രസർ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. ഞാനത് തിരിച്ച് ഞാനത് റിട്ടേൺ ഓഫ് ചെയ്യണം. കാര്യം അധികം നേരം നമുക്കിത് ഇടാൻ പറ്റത്തില്ല. നമ്മുടെ ഹീറ്റ്സിന് കണക്ഷൻ കൊടുക്കാതെ നമുക്ക് കൂടുതൽ സമയം ഇട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം IPM ചൂടാവും. അപ്പോൾ IPM ചൂടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോവും. അപ്പോൾ നമുക്ക് ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ്ലി റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാര്യം ഈ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് കാര്യം കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഇതിനകത്ത്. ഓക്കെ, അത് നമ്മുടെ ആ ഔട്ട്ഡോറിനകത്ത് വരുന്ന LED-യുടെ ലൈറ്റിങ് എങ്ങനെ ഏത് രീതിയിൽ ഏത് സമയത്ത് കത്തുന്നതെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ആ ഒരു കംപ്ലൈൻറ്റ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.